നമുക്ക് പഠിക്കാനുള്ളത് ഒരു പെർമനൻറ്റ് റെയിൽവേ ട്രാക്ക് കോമ്പണൻറ്റ്സ് ആണ് എന്ത് സ്ലീപ്പേഴ്സ് ആൻഡ് ബെല്ലാസ്റ്റ്. ഓക്കെ, സ്ലീപ്പർ വേറെ ബെല്ലാസ്റ്റ് വേറെ. അപ്പം രണ്ടും തമ്മിലുള്ള ഒരു ഡെഫിനിഷൻ ആണ് ആദ്യം പറയുന്നത്. അപ്പം സ്ലീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ റെയിലിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസാണ്. ഓക്കെ, നമ്മുടെ റെയിലിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്ത് സ്ലീപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ സ്ലീപ്പർ ഉണ്ടാക്കുന്നത് കുറേ കാലം മുന്നേ ട്രഡീഷണലി ഉണ്ടാക്കുന്നത് വുഡിൽ നിന്നായിരുന്നു. നല്ല വെൽ സീസൺഡ് ആയിട്ടുള്ള വുഡിൽ നിന്നായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ലീപ്പർ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ പിന്നീടത് എന്തൊക്കെയാക്കി കോൺക്രീറ്റ് നിന്നാക്കി. ഓക്കെ, ഒരുപാട് ടൈപ്പ് സ്ലീപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ ഇനി പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ബെല്ലാസ്റ്റാണ്. ബെല്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ലീപ്പറിനെ ഒരു ഫേം ആയിട്ടുള്ള ഒരു ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബെല്ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബെല്ലാസ്റ്റ് ആണ് എന്ത് ഒരു നമ്മുടെ സ്ലീപ്പറിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് കൊടുക്കുന്നത്. സ്ലീപ്പർ വെക്കുന്നത് ബെല്ലാസ്റ്റിലാണ്. ഓക്കെ, നമ്മുടെ റെയിൽ വെക്കുന്നത് സ്ലീപ്പറിലാണ്, സ്ലീപ്പർ വെക്കുന്നത് ബെല്ലാസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ സാധാരണ ബെല്ലാസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സാൻഡ്, ഗ്രാവൽ ഓർ ഹെവി ക്രഷ്ഡ് സ്റ്റോൺ കാൾഡ് ബെല്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്ലീപ്പറിൻ്റെ വേറൊരു ഡെഫിനിഷനാണ് ഈ പറയുന്നത്. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ ക്രോസ് ബ്രേസസ് ദാറ്റ് സപ്പോർട്ട് ദ റെയിൽസ് ഓൺ എ റെയിൽവേ ട്രാക്ക്. അതായത് ഒരു റെയിൽവേ ട്രാക്കിൽ റെയിലിന് ക്രോസ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർ, അതാണ് എന്ത് സ്ലീപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഫങ്ഷൻസൊക്കെ പഠിക്കാനുണ്ട്. സാധാരണ ചോദിക്കാറുണ്ട്, 6 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പർ ചോദിക്കാറുണ്ട്. അപ്പം ആദ്യം പറയുന്നത് എന്താണ്, ഫസ്റ്റത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു ഹോൾഡ് ദ റെയിൽ ഇൻ പ്രോപ്പർ ഗേജ് ഇൻ ഓൾ സിറ്റുവേഷൻ. ഓക്കെ, അതായത് ഇൻ ഓൾ സിറ്റുവേഷൻ ഉദ്ദേശിച്ചത് കർവിലാണെങ്കിലും സ്ട്രൈറ്റ് ട്രാക്കിലാണെങ്കിലും ഏത് ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ റെയിലിനെ പ്രോപ്പർ ഗേജ് പ്രൊവൈഡ് ചെയ്യണം. ഗേജ് എന്ന് പറഞ്ഞാൽ 2 റെയിലിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനാണ് ഗേജ് എന്ന് പറയുന്നത്. നമ്മൾ ഗേജിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് റെയിൽ ബേസ്ഡ് ഓൺ ഗേജസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, വീഡിയോ 2 പഠിച്ചിരുന്നു. അപ്പോൾ ഒരു ഫങ്ഷനാണ് സ്ലീപ്പറിൻ്റെ ഒരു ഫങ്ഷനാണ് പറയുന്നത്, നമ്മുടെ പ്രോപ്പറായിട്ടൊരു ഗേജ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നത് എന്താണ്, ടു സപ്പോർട്ട് റെയിൽ ഫേംലി ആൻഡ് ഈവൻലി ത്രൂ ഔട്ട്. ടോപ്പിലുള്ള റെയിലിനെ, സ്ലീപ്പറിൻ്റെ മുകളിലുള്ള റെയിലിനെ ഫേംലി ആൻഡ് ഈവൻലി ആയിട്ട് സപ്പോർട്ട് ചെയ്യാം ത്രൂ ഔട്ട്. എത്രയാണോ ലെങ്ത് ഉള്ളത്, റെയിലിന് ലെങ്ത് ഉള്ളത്, അതൊക്കെ അത്രയും ലെങ്ത്തിൽ ഫേംലി ആൻഡ് ഈവൻലി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നത് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ റെയിൽ ഓവർ ലാർജ് ഏരിയ ഓഫ് ബെല്ലാസ്റ്റ് അണ്ടർനീത്ത് or to the bridge girders as the case may be. അപ്പോൾ പറയുന്നത് നമ്മൾ മൂന്നാമത്തെ ഫംഗ്ഷനാണ് പറയുന്നത് മുകളിൽ നിന്ന് വരുന്ന വെഹിക്കിൾ ലോഡ് എന്ന് പറഞ്ഞത് റെയിൽവേയുടെ റോഡ് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ലോഡ്. ആ ലോഡ് ആദ്യം എടുക്കുക, റെയിൽസാണ് എടുക്കുക. റെയിൽസ് എടുത്തിട്ട് എന്ത് കൊടുക്കും, അത് സ്ലീപ്പറിലേക്ക് കൊടുക്കും. സ്ലീപ്പർ അത് നേരെ താഴത്തുള്ള ബെല്ലാസ്റ്റിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ബെല്ലാസ്റ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ബ്രിഡ്ജ് വരുന്നൊരു കേസാണെന്നുണ്ടെങ്കിൽ അവിടെ ബെല്ലാസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നേരെ താഴെയുള്ള ഗേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ ബീമിലേക്ക് കൊടുക്കാനും ഉള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കും എന്തിന്, സ്ലീപ്പറിന്. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നത് ടു ഹോൾഡ് ദ റെയിൽസ് ടു പ്രോപ്പർ ലെവൽ ഇൻ ടേൺ ഔട്ട്സ് ആൻഡ് ക്രോസ് ഓവേഴ്സ്. നമ്മുടെ റെയിലിനെ ഒരു പ്രോപ്പർ ലെവൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്ലോപ്പിലൊക്കെ ഇൻവാർഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് ആൻഡ് അറ്റ് 1:20 ഇൻ ഇൻവാർഡ് സ്ലോപ്പ് എലോങ് സ്ട്രൈറ്റ് ട്രാക്ക്. അതായത് പ്രോപ്പറായിട്ടുള്ള സ്ലോപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് അഡ്ജിങ് ഓഫ് സ്ലീപ്പർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 എഡ്ജിലും നമ്മളെന്ത് ചെയ്യും, 1:20 പറഞ്ഞ സ്ലോപ്പിൽ നമ്മളെന്ത് ചെയ്യും, ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ കോണിങ് ഓഫ് വീലിന്
കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അഡ്ജിങ് ഓഫ് സ്ലീപ്പർ കൊടുക്കുന്നത്. അഡ്ജിങ് ഓഫ് സ്ലീപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് എഡ്ജിലും, സ്ലീപ്പറിൻ്റെ രണ്ട് എഡ്ജിലും ചെറിയൊരു സ്ലോപ്പ് കൊടുക്കും. അത് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഫ്ലാഞ്ചിന് റെയിൽവേ വീൽ ഫ്ലാഞ്ചിന് എത്രയാണ് സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്, സാധാരണ കൊടുക്കാറുള്ളത് 1:20 ആണ്. അതേ സ്ലോപ്പ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്ജിങ് ഓഫ് സ്ലീപ്പറായിട്ടും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നത് എന്താണ്, ടു പ്രൊവൈഡ് ആൻ എലാസ്റ്റിക് മീഡിയം ബിറ്റ്വീൻ റെയിൽ ആൻഡ് ബല്ലാസ്റ്റ് ആൻഡ് ഓൾസോ ടു അബ്സോർബ് ദ വൈബ്രേഷൻ കോസ്ഡ് ഡ്യൂ ടു മൂവിങ് ആക്സിൽ ലോഡ്. അതായത് ബല്ലാസ്റ്റിൻ്റെയും പിന്നെ അതുപോലെ റെയിലിൻ്റെ ഇടയ്ക്ക് ഒരു ഇലാസ്റ്റിക് മീഡിയമായിട്ട് ആക്ട് ചെയ്യുക, അതാണ് ഒന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, പിന്നെ വൈബ്രേഷൻ ലോഡൊക്കെ അബ്സോർബ് ചെയ്യുക. നമ്മൾ വെഹിക്കിൾ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലോഡുള്ള വാഹനമാണ് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം അത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷൻ ലോഡ്, ആ വൈബ്രേഷൻ ലോഡിനൊക്കെ എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത പറയുന്നത് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ അലൈൻമെൻറ്റ് ഓഫ് ദ ട്രാക്ക്. ഓക്കെ, അതായത് അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അടുത്ത പറയുന്നത് ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സാണ്. ഇത് സാധാരണ ചോദിക്കാറുണ്ട്, ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ് ചോദിക്കാറുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഈ കാണുന്ന 5 ഏതൊക്കെ, ടിമ്പർ സ്ലീപ്പർ, സ്റ്റീൽ സ്ലീപ്പർ, കാസ്റ്റ് അയൺ സ്ലീപ്പർ, RCC സ്ലീപ്പർ, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ്. അപ്പം ഇതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുക. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു ഇതിൽ സമയമില്ല നമുക്ക്. ടിമ്പർ സ്ലീപ്പർ ഇത് ഫിഗർ പോലെ സ്ലീപ്പർ എന്താണ്, ടിമ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറയുന്നുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, നോക്കുക. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് അയൺ ആണ് എന്ത് ചെയ്യുന്നത്, സ്ലീപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. കുറേ മുന്നേ യൂസ് ചെയ്തിരുന്നതാണ്, ഇപ്പൊന്നും അങ്ങനെ ഇല്ല. അപ്പം അതിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും നോക്കുക. പിന്നെ കോൺക്രീറ്റ് സ്ലീപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു അഡ്ജിങ് ഓഫ് സ്ലീപ്പർ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു. ഇത് രണ്ട് എഡ്ജിലും എന്ത് ചെയ്യുക, സ്ലീപ്പറിൻ്റെ രണ്ട് എഡ്ജിലും ഒരു ചെറിയ സ്ലോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചെറിയ സ്ലോപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെയും അതേപോലെ ഒരു സ്ലോപ്പ് കാണുന്നുണ്ടാവും. അതിനാണ്, ആ ഒരു സ്ലോപ്പിനാണ് അഡ്ജിങ് ഓഫ് സ്ലീപ്പർ എന്ന് പറയുന്നത്. അതായത് കോണിങ് ഓഫ് വീല് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബോട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു സ്ലോപ്പാണ് എന്ത് ആക്ച്വലി അഡ്ജിങ് ഓഫ് സ്ലീപ്പറിൽ കൊടുക്കുന്ന സ്ലോപ്പിനാണ് അഡ്ജിങ് ഓഫ് സ്ലീപ്പർ എന്ന് പറയുന്നത്. കോൺക്രീറ്റ് സ്ലീപ്പറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അതിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പഠിക്കുക. ഇനി അടുത്തത് ബല്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമ്മളെ സ്ലീപ്പറിനെ ഒരു ഫേം ആയിട്ടുള്ള ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ആക്ച്വലി എന്ത്, ബല്ലാസ്റ്റ്. ഇറ്റ് ഈസ് എ ലെയർ ഓഫ് ബ്രോക്കൺ സ്റ്റോൺ ഓർ ഗ്രാവൽ or any other such gritty material laid and packed below and around സ്ലീപ്പറിൻ്റെ താഴെയും പിന്നെ അതുപോലെ തന്നെ സമീപവശങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക, നല്ല വെൽ പാക്ക്ഡ് പറയുമ്പോൾ നന്നായിട്ട് വെൽ കോമ്പാക്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, മെറ്റീരിയൽ എന്തൊക്കെയാണ്, ബ്രോക്കൺ സ്റ്റോൺ അല്ലെങ്കിൽ ഗ്രാവൽ ഓർ എനി അതർ ഗ്രിറ്റി മെറ്റീരിയൽ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഇത് മെറ്റീരിയൽ യൂസ്ഡ് ആസ് ഇലാസ്റ്റിക് കുഷ്യൻ ബിറ്റ്വീൻ ദ സ്ലീപ്പേഴ്സ് ആൻഡ് ദ ടോപ്പ് ഓഫ് ദ ഫോർമേഷൻ കാൾഡ് ബല്ലാസ്റ്റ്. ദ മെറ്റീരിയൽ യൂസ്ഡ് ആസ് ഇലാസ്റ്റിക് കുഷ്യൻ ബിറ്റ്വീൻ സ്ലീപ്പർ ആൻഡ് ടോപ്പ് ഓഫ് ദ ഫോർമേഷൻ കാൾഡ് ബല്ലാസ്റ്റ്. ഓക്കെ, അതായത് ബല്ലാസ്റ്റ് ടോപ്പ് ഓഫ് ദ ഫോർമേഷൻ ലെവലും പിന്നെ അതുപോലെ തന്നെ സ്ലീപ്പറും അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എലാസ്റ്റിക് കുഷ്യനാണ് എന്ത് ആക്ച്വലി ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കാൾഡ് ബല്ലാസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ചോദിക്കാറുണ്ട്, ഫങ്ഷൻസ് ഓഫ് ബല്ലാസ്റ്റ്. ആദ്യം പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഹാർഡ് ആൻഡ് ലെവൽ ബെഡ് ഫോർ ദ സ്ലീപ്പറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ഹാർഡ് ആൻഡ് ലെവൽ ആയിട്ടുള്ളൊരു ബെഡ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത പോയിൻ്റ്
ഇറ്റ് ഹോൾഡ് സ്ലീപ്പേഴ്സ് ഇൻ പ്രോപ്പർ പൊസിഷൻ ഡ്യൂറിങ് ദ പാസേജ് ഓഫ് മൂവിങ് ട്രെയിൻ. അതായത് നമ്മൾ മൂവിങ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോഡുള്ളൊരു ട്രെയിനായിരിക്കും. ട്രെയിനിൻ്റെ ലോഡ് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു ലോഡ് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ലോഡിൽ വെഹിക്കിൾ പോകുമ്പോഴും നമ്മുടെ സ്ലീപ്പറിന് ഒരു ചേഞ്ചസും വരാൻ പാടില്ല. സ്ലീപ്പറിൻ്റെ പൊസിഷനിൽ ഒരു ചേഞ്ച് വരാൻ പാടില്ല. അപ്പം സ്ലീപ്പറിൻ്റെ പൊസിഷനിലൊന്നും ചേഞ്ച് വരാതെ അതിനെ സ്റ്റേബിളായി നിർത്തുന്ന ഒരു ഫംഗ്ഷനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബല്ലാസ്റ്റ് എടുക്കുന്നുണ്ട്. ഇറ്റ് ഹോൾഡ്സ് ദ സ്ലീപ്പർ ഇൻ പ്രോപ്പർ പൊസിഷൻ ഡ്യൂറിങ് ദ പാസേജ് ഓഫ് മൂവിങ് ട്രെയിൻ. ഒരു മൂവിങ് ട്രെയിനിൽ പോയി കഴിഞ്ഞാലും സ്ലീപ്പറിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വരാതെ അതിനെ ആ ഒരു പൊസിഷനിൽ തന്നെ റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിട്ട് നിർത്താൻ എന്തിന് സാധിക്കുന്നുണ്ട്, ബല്ലാസ്റ്റിന് സാധിക്കുന്നുണ്ട്. അടുത്ത പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ടു സം എക്സ്റ്റെൻറ്റ് ആൻ എലാസ്റ്റിക് ബെഡ് ഫോർ ദ ട്രാക്ക്. ഒരു എലാസ്റ്റിക് ബെഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ത്, ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് നാലാമത് പറയുന്ന പോയിൻറ്റിൻ്റെ മീനിങ്ങാണ് പറയുന്നത്. അതായത് ടോപ്പിൽ നിന്ന് വരുന്ന ട്രെയിനിൻ്റെ ലോഡ്, ആ ലോഡിന് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ നമ്മൾ ആദ്യം റെയിലാണ് എടുക്കുക. റെയിൽ എടുത്തതിന് ശേഷം അതിനെ സ്ലീപ്പറിലേക്ക് കൊടുക്കും. സ്ലീപ്പർ എടുത്തിട്ട് ബല്ലാസ്റ്റിലേക്ക് കൊടുക്കും. അപ്പം ബല്ലാസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ലോഡിന് എന്ത് ചെയ്യുന്നു, നേരെ താഴത്തുള്ള ഫോർമേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, പിന്നെ പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഫോർമേഷൻ സർഫസ് ഫ്രം ഡയറക്റ്റ് എക്സ്പോഷർ ടു സൺ, റെയിൻ ആൻഡ് ഫ്രോസ്റ്റ്. അതായത് ഇതിൻ്റെ ഫൗണ്ടേഷനെ ഡയറക്റ്റ് നമ്മുടെ റെയിൽവേയുടെ പെർമനൻറ്റ് വേയുടെ ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ്റെ ലെവലിനെയാണ് ഫോർമേഷൻ ലെവൽ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ആ ഫോർമേഷൻ സർഫസിനെ ഡയറക്റ്റായിട്ടുള്ള സണ്ണിൻ്റെ, അതുപോലെ തന്നെ റെയിനിൻ്റെ, അതുപോലെ തന്നെ ഫ്രോസ്റ്റിൻ്റെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ടുള്ള അറ്റാക്ക്. നേരിട്ട് സണ്ണ് തട്ടുക, അതുപോലെ തന്നെ സണ്ണിൻ്റെ അതായത് വെയിൽ തട്ടുക, മഴ തട്ടുക, പിന്നെ അതുപോലെ തന്നെ ഫ്രോസ്റ്റ് പറയുമ്പോൾ മഞ്ഞ് തട്ടുക. ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നൊരു കവർ, അതാണ് എന്ത്, ബല്ലാസ്റ്റ്. പിന്നെ പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രോപ്പർ ഡ്രെയിനേജ് ടു ദ ട്രാക്ക് കീപ്പിംഗ് ദ സ്ലീപ്പേഴ്സ് ഇൻ ഡ്രൈ കണ്ടീഷൻ. അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഫുള്ള് ബല്ലാസ്റ്റിൻ്റെ ഇടയിൽ കൂടെ നേരെ താഴോട്ട് പോകും. ഒരിക്കലും പിന്നെ നമ്മുടെ സ്ലീപ്പർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും നനഞ്ഞ് കിടക്കില്ല. ഓക്കെ.